എല്ലാവർക്കും നമസ്കാരം. അച്ചൂസ് മാജിക് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ റോസ്റ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ മട്ടൺ റോസ്റ്റ് തയ്യാറാക്കുന്നതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു ബേ ലീഫ്, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഏലക്ക, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചെടുത്തതാണ്. ഒരുപാട് പൊടിയണ്ട. ഈ വലിപ്പത്തിലുള്ള 2 വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് എരിവുള്ളത് കീറിയത്, പിന്നെ ഒരു 300 ഗ്രാം ചെറിയ ഉള്ളി, കുറച്ച് പുതിനയില, കുറച്ച് കറിവേപ്പില, 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 1/2 ഗ്ലാസ് തിക്ക് തേങ്ങാപ്പാലാണ്, കൂടാതെ 1/2 ഗ്ലാസ് വെള്ളം. പിന്നെ ഇതിലേക്ക് പൊടികൾ ആവശ്യമുണ്ട്, ചേർക്കുന്ന സമയത്ത് കാണിക്കാം. മട്ടൺ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു കുക്കർ അടുപ്പിൽ വെച്ചു. ഇതിലേക്ക് ഞാനിവിടെ 1 കിലോ മട്ടണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളം ഇതുകൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതായിട്ട് മട്ടണിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു വിസിൽ ഞാൻ കേൾപ്പിക്കും. കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുമുണ്ട്. ഇതിൽ കുറച്ച് ഗ്രേവി കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം. അത് സൂപ്പായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാ. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി മാറ്റിയിട്ട് ബാക്കി കാണിക്കാം. ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി മാറ്റിയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെക്കാം. അതിലോട്ട് ഇത് മാറ്റാം വരട്ടാനായിട്ട്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു. ഇതിലേക്ക് ഞാൻ 2 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, കോക്കനട്ടിന്റെ പീസസ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ അത് കൂടെ ചേർക്കാം. നല്ലതുപോലെ ഫ്ലെയിം കുറച്ച് വെക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി. നല്ല ചൂടുള്ള പാനാണെങ്കിൽ മാറ്റി വെച്ചിട്ട് വേണം പൊടി ചേർക്കാൻ. ഇനി ഞാൻ ഇതിലേക്ക് മട്ടന്റെ പീസസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മട്ടന്റെ പീസസ് എല്ലാം അതിൽ നിന്ന് കുക്കറിൽ നിന്ന് മാറ്റി ഞാൻ ഇതിലോട്ട് ചേർത്തു. കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു, അതുകൂടെ ഇതിൽ ചേർത്തു. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എരിവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കണം. ഇതിപ്പോൾ നോക്കിയിട്ട് എരിവില്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടെ ചേർത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുകയാണ്. ഗരം മസാല ഉള്ളവർ ഗരം മസാല ചേർത്താലും മതി. ഇനി ഇതൊന്ന് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കാം. അപ്പോൾ മസാലയെല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ അതിൻ്റെ ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഗ്രേവി എല്ലാം ഇതിൽ പിടിച്ച് നല്ലതായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങാപ്പാൽ, തിക്കായിട്ട് എടുത്ത് വെച്ച തേങ്ങാപ്പാലാണ്, ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. അപ്പം നമ്മുടെ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ രുചികരമായ നാടൻ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം, മറക്കരുത്.